ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ CSCBയുടെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ച പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൃത്യമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിനോടൊപ്പം നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് എന്ത് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1072/2025 നല്ല ചോദ്യ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുക, കണ്ടിട്ട് നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക, അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തു പോവേണ്ടത്. മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 2-3 വട്ടം റിവൈൻഡ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു പഠിക്കുക. ഓക്കെ ശരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അല്ലേ, CSCBയിലെ ഒരു മനോഹരമായ ഒരു ജോലി. യെസ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം? എ മദർ ഡിവൈഡഡ് ₹10,000 between her 2 sons in the ratio of 2:3. What will be the amount received by both of them respectively? അപ്പോൾ എന്താ സംഭവം? ഒരമ്മയുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. അത് 2 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുക്കണം. പക്ഷേ മക്കൾക്കായിട്ട് വീതിച്ചു കൊടുക്കേണ്ടത് 2:3 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചു കൊടുക്കേണ്ടത്. ആദ്യത്തെ ആളിന് 2 ഭാഗവും രണ്ടാമത്തെ ആളിന് 3 ഭാഗവുമാണ് അവിടെ കൊടുക്കേണ്ടത്. വാട്ട് വിൽ ബി ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ബോത്ത് ഓഫ് ദം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റീവ്ലി പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, റേഷ്യോ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ 2:3 എന്ന് പറയുന്ന റേഷ്യോ, 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണെങ്കിൽ ഒന്നാമത്തെ മകന് 2 യൂണിറ്റും രണ്ടാമത്തെ മകന് 3 യൂണിറ്റുമാണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ഓപ്ഷൻ തരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം? 2:3 ആണെങ്കിൽ 2 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 5 യൂണിറ്റ് അല്ലേ. അല്ലെങ്കിൽ ഒന്നാമത്തെ മകന് 2 ചക്ക, രണ്ടാമത്തെ മകന് 3 ചക്ക, അങ്ങനെ മൊത്തം 5 ചക്ക അല്ലെങ്കിൽ 5x എന്ന് വിചാരിച്ചോ. എന്താ പ്രശ്നം? ഈ 5 യൂണിറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്ത്? 10,000 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 5 യൂണിറ്റാണ് മൊത്തം കാശ്. ആ മൊത്തം കാശാണ് നിങ്ങൾക്ക് എത്രയും തന്നിരിക്കുന്നത്? 10,000 എന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തിലേക്ക് പോകണം? ഈ ഒന്നാമത്തെ മകൻ എത്ര കിട്ടും എന്നുള്ളതാണ്. 2 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 2 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 യൂണിറ്റ് 10,000 ആണെങ്കിൽ 1 യൂണിറ്റ് 2,000 ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂണിറ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ എടുക്കാൻ പറ്റിയത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഇല്ലെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യുമായിരുന്നു അല്ലേ. 2,000 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2നെ 2,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4,000 രൂപയാണ് ഒന്നാമത്തെ മകന് കിട്ടിയെന്നും രണ്ടാമത്തെ മകന് എത്രയാണ് കിട്ടിയത്? 6,000 രൂപയാണ്. അപ്പോൾ ഒന്നാമത്തെ മകന് 4,000 കിട്ടി, രണ്ടാമത്തിന് അപ്പോൾ എത്രയായിരിക്കും കിട്ടിയിട്ടുള്ളത്? 3 യൂണിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് എത്രയായിരിക്കും? 6,000. അപ്പോൾ 4,000 6,000 എന്ന് എഴുതുന്നതാണ് ആൻസർ. 4,000 6,000 എന്ന് എഴുതുന്നതാണ് ആൻസർ. ഇതിനെ 6,000 4,000 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 4,000 6,000 അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഉണ്ടല്ലോ. ഓപ്ഷൻ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇത് എറർ വന്നിരിക്കുകയാണ്, അത് നിങ്ങൾ നോക്കണ്ട. ആൻസറുടെ റൈറ്റ് ആൻസർ ഏത് തന്നെയാണ്? 4,000 6,000 തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് 150 സെൻറ്റിമീറ്റർ. The average height is 150 centimeter. If the tallest students with height 180 centimeter leaves, what is the new average എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണേ? 2 മെത്തേഡിൽ നമുക്ക് നിലവിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 30 കുട്ടികളുണ്ട്. 30 കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് 180 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ പോയി എങ്കിൽ പുതിയ ആവറേജ് എന്താണ്, ന്യൂ ആവറേജ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പം നമുക്ക് നോക്കാം 30 സെൻറ്റിമീറ്റർ 30 ആണ് 30. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ മെത്തേഡ് ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡാണ്, അതായത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് തന്നെയാണ്. 150 × 30 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും. ടോട്ടൽ മൊത്തം എത്ര ഹൈറ്റ് വരുന്നു എന്ന 30 പേരുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 150 × 30 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയാണ് 45 4500 എന്നാണ് വരുന്നത്. എത്രയെന്ന് വരും? 4500 അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ 4500 എന്നെഴുതി. ഓക്കെ, ഇനി 4500 എന്നെഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യണത്? ഇത് ടോട്ടൽ ഹൈറ്റ് ആണ്. ഇതിൽ നിന്ന് എത്ര ഹൈറ്റ് ഉള്ള ഒരാൾ പോയി? 180 ഉള്ള ഒരാൾ പോയേ. പുതിയ ഹൈറ്റ് നോക്കാം, 0 എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ആ 180 പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 0, ഇവിടെ 10 ആണ്. 10 ൽ നിന്ന് 8 പോകുമ്പോഴത്തേക്ക് 2 ആണ്. ഇവിടെ 4 ഉള്ളൂ. 4 നിന്ന് 1 പോകുമ്പോൾ നമുക്ക് 3 ആണ്. ഇവിടെ 4320 ആണ് അറ്റ് പ്രസൻറ്റ് അവിടുത്തെ ടോട്ടൽ ഹൈറ്റ്. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആവറേജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 4320-നെ ഇപ്പം അവിടെ 29 കുട്ടികളേ ഉള്ളൂ. 29 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 29 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ എത്ര കിട്ടാൻ പോണേ നമുക്ക് നോക്കാം. 29 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 29 വേറെ 9 ഉണ്ട് 11 പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. 4320 ഡിവൈഡഡ് ബൈ 29. ഒരു വട്ടം 29 വന്നു. ഇനി ഇവിടെ നോക്കാം. 13 ആകുമ്പോഴത്തേക്ക് 4, ഇവിടെ 14 ആണ്. 142 വന്നിരിക്കുന്നു. 142-ൽ എത്ര വട്ടം നമുക്ക് നോക്കാം. 4 വട്ടം എന്തായാലും പറ്റും. 4 വട്ടം എന്തായാലും പറ്റും. 4 വട്ടം ആകുമ്പോഴത്തേക്ക് 120. 120-ൽ നിന്ന് 4 പോകുമ്പോൾ 116. ഓക്കെ, 116 ആണ്. 116 നോക്കാം. 116 12-ൽ നിന്നാകുമ്പോഴത്തേക്ക് 6, ഇവിടെ 3 ആണ്. 3-ൽ നിന്ന് 2 പോകുമ്പോൾ 26. 26 ആണ്. 260 എന്ത് ചെയ്യാം? 260 ആകുമ്പോൾ എന്ത് കിട്ടും? 9 വട്ടം അല്ലേ. 9 വട്ടം കിട്ടും. 9 വട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 9 270. 270-ൽ നിന്ന് 9 പോകുമ്പോൾ 270-ൽ നിന്ന് 9 പോകുന്നു. നോക്കാം. 9 വട്ടം പറ്റത്തില്ല. നോക്കട്ടെ. 29 × 9 9 81-1 ശിഷ്ടം 8 9 8 2 18 12 26 പറ്റത്തില്ല. 8 വട്ടം വരും. അപ്പോൾ 8.9 വരും. 148.9 ആണ് വരാമെന്ന് തോന്നുന്നു. 140 ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇത്ര 261. 9 വട്ടം പറ്റത്തില്ലല്ലോ. 8 വട്ടമല്ലേ പറ്റത്തുള്ളൂ. 8 വട്ടം ആകുമ്പോഴത്തേക്ക് 30 × 8 83 24 240. അതിൽ നിന്ന് 8 പോകുമ്പോഴത്തേക്ക് 232. 232 എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇവിടെ 4 5 ആണ്. 2 28. 28-ൽ 0. ഓക്കെ, അപ്പോൾ എന്ത് വരും? 9 വട്ടം പറ്റും. അപ്പോൾ 280. അപ്പോൾ 9 വട്ടം എന്തായാലും പറ്റും. 148.9 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലാണ് നമ്മൾ ആൻസറിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേറെ മെത്തേഡുണ്ട്. വേറൊരു മെത്തേഡ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണേ? ഇവിടെ നമുക്ക് ആവറേജ് 150 ആണ്. അതിൽ നിന്ന് 180 ഉള്ള ഒരാൾ, അതായത് ആവറേജിനെക്കാട്ടിൽ ഹൈറ്റ് ഉള്ള ഒരാൾ അവിടെ നിന്ന് പോയി. അപ്പം എന്ത് ചെയ്യും? പുതിയ ആവറേജ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് 150 ആയിരുന്നു ആവറേജ്. ആവറേജിനെക്കാട്ടി കൂടിയ ഹൈറ്റ് ഉള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ ആവറേജിൽ നിന്ന് കുറയുകയാണ് ചെയ്യേണ്ടത്. പുതിയ ആവറേജ് കണ്ടുപിടിക്കാൻ ഈ ആവറേജ് കുറയുകയാണ് ചെയ്യുന്നത്. ആവറേജ് കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഇടണം അല്ലേ. ആവറേജ് കുറയും എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇട്ട്. ഇനി എത്രയാണ് അവിടെ എന്താ സംഭവിക്കണേ? 180 ഉള്ള ആൾ പോയി. അതിൽ ഇപ്പോൾ 150 നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 30. 30/29 ചെയ്ത് കൊടുത്താൽ മതി. 30/29. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 മൈനസ് 30/29 ചെയ്ത് നോക്കാം. 30/29. ഒരു വട്ടം 29 1 എഴുതി. ഒരു വട്ടം 1 റിമൈൻഡർ. 1 0 ഇട്ടു. പറ്റത്തില്ല. 1 0 കൂടി ഇട്ടു. ഓക്കെ, അപ്പം 29 എത്ര വട്ടം വരും? എത്ര വട്ടം പറ്റും നമുക്ക്? 3 വട്ടം എന്തായാലും പറ്റും. 3 വട്ടം. ഓക്കെ, 3 വട്ടമാണ്. അപ്പോൾ നമുക്ക് 3 വട്ടം നോക്കാം. 3 വട്ടം ആകുമ്പോൾ എന്ത് കിട്ടും? 3 വട്ടം ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90. 90-ൽ നിന്ന് 3 പോകുമ്പോഴത്തേക്ക് 87. 87. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് 1.03 നമ്മൾ ഇതിനകത്ത് മൈനസ് ചെയ്യുന്നു. അപ്പം 150
1.03 ആണ്. 0 എഴുതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് 1 വന്നു, ഇവിടെ നിന്ന് 1 വന്ന് 10 ആയി, 10 നിന്ന് 7 ആയി, ഇവിടെ എന്ത് വരും 9 ആയിരിക്കും. ആ 9 ഇവിടെ എഴുതി. അടുത്തത് എന്ത് ചെയ്യുന്നു 100, ഇവിടെ 140, ഇവിടെ 149 ഉള്ളൂ, ഇനിയുള്ളത് 148, 148.97. ഇങ്ങനെയും ചെയ്യാം. ഇനി ഇവിടെ എന്താണ്, ഇവിടെ ഹൈറ്റ് കുറഞ്ഞ ആളാണ് പോയത് എങ്കിൽ, ഇവിടെ ഹൈറ്റ് കുറഞ്ഞുള്ള ആളാണ് പോയെങ്കിൽ ഇവിടെ എന്തിട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഒരു മെത്തേഡ് കൂടി ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം. ആവറേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെത്തേഡ് കൂടി. 30 കുട്ടികളുടെ ആവറേജ് 150. ഇനി 29 കുട്ടികളുടെ ആവറേജ് 29, ഒരാൾ പോയി, 29 കുട്ടികളുടെ ആവറേജ് എത്രയും നമുക്ക് അറിയില്ല. 29 കുട്ടികളേ ഉള്ളൂ, അത് എത്രയും നമുക്ക് അറിയില്ല. ഓക്കെ, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 കുട്ടികളുടെ ആവറേജ് 150, 29 കുട്ടികളുടെ ആവറേജ് നമുക്ക് അറിയില്ല. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതും നമുക്കറിയില്ല. ഇവിടെ എന്ത് ചെയ്തു, ആവറേജ് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഇപ്പം നമുക്ക് നിലവിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതൊക്കെ ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ 2 മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആദ്യം പറഞ്ഞ 2 മെത്തേഡ്, അത് രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് യൂസിലേക്ക് പോകും. അപ്പോൾ ഇതിന് ആൻസർ ഏത് തന്നെയാണ്, 148.9, ഓപ്ഷൻ ഡി തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കിയേ, നമുക്കൊരു സീരീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സീരീസ് തന്നിരിക്കുന്നു 8, 6, 9, 23, 87 എന്ന് തുടങ്ങി പോകുന്നൊരു സീരീസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് പലവട്ടം CSEB റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പലവട്ടം CSEB റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാണ് 8. ഇപ്പം നമുക്ക് ആദ്യമുള്ള സംഖ്യ എത്രയാണ്, 8. ഞാൻ എന്ത് ചെയ്തു, 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 8 കിട്ടി. അതിൽ നിന്ന് ഞാൻ 2 കുറച്ചാൽ എനിക്ക് 6 വരും. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ റിലേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. വീണ്ടും 6നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 12 ആണ്. 12ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 9 ആയിരിക്കും. ഇനി 9നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് 27. അതിൽ നിന്ന് എത്ര കുറച്ച് നോക്കാം, 4 കുറച്ച് നോക്കാം, 23. പാറ്റേൺ സെറ്റായി, നമ്മൾ പറഞ്ഞ പാറ്റേൺ തന്നെയാണ്. അടുത്തത് 23 ആണല്ലേ. 23നെ നമുക്ക് എത്ര ചെയ്യാം, 23നെ നമുക്ക് എത്ര ഉണ്ട്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 23നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 23നെ 4 കൊണ്ട് 80, 3, 4, 12, 92. 92ൽ നിന്ന് എത്ര മൈനസ് ചെയ്യാം, 5 മൈനസ് ചെയ്യുമ്പോൾ 87 എന്ന് കിട്ടും. അടുത്തത് 87നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 87നെ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടച്ച് 40, 400, 7, 35, 435. 435ൽ നിന്ന് എത്ര കുറയ്ക്കാം, 6 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 429 എന്ന് പറയണം. 429 ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 97, രണ്ടാമത്തത് 89, 79, 59, 39. ഇതിനെ നമുക്ക് എന്താണ്, നമുക്ക് ഡിജിറ്റ് സം എടുത്ത് നോക്കാം. 9, 7 എന്ന് പറയുന്നത് 16 ആണ്. ഇതിൻ്റെ ഡിജിറ്റ് സം എടുത്ത് നോക്കുമ്പോൾ 8, 9 കൂടെ നമുക്ക് 17 ആണ് വരുന്നത്. ഇതിൻ്റെ ഡിജിറ്റ് സം നമുക്ക് എടുക്കാം. 9, 7 കൂടെ എത്രയായി, 16 ആണ്. 5, 9 കൂടെ എത്രയാണ്, 14 ആണ്. ഇതിൻ്റെ ഡിജിറ്റ് സം 9, 3, 12 ആണ്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഈ സംഖ്യയെ മാത്രം 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഓരോ സംഖ്യകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ 39നെ മാത്രമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 39 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. 39 ആണ് ഇവിടുത്തെ ഓഡ് വൺ ആയിട്ട് വരേണ്ടത്. യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നു ഇ എന്ന് പറയുന്നത് 10 ആണ്, എക്സാം എന്ന് പറയുന്നത് 86 ആണ്. അങ്ങനെയാണെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന കോഡ് എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മളെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ എന്താണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നിലവിലൊരു ടേബിൾ വെച്ചാണ്. നമ്മളിലുണ്ടല്ലേ ഒരു ടേബിൾ, നമുക്കറിയാം ഇതാണ് നമ്മുടെ ടേബിൾ അല്ലേ. ഈ ഒരു ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ആരെയാണ്, ഈനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇ എന്ന് പറയുന്നത് 10 ആണ്. ആക്ച്വലി ഈയുടെ പൊസിഷൻ നോക്കിക്കേ, ഈയുടെ പൊസിഷൻ 5 ആണ്. അപ്പോൾ നോക്കൂ, ഈയുടെ പൊസിഷൻ 5 ആണ്. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എക്സാമും കൂടി നമുക്ക് നോക്കാം. അങ്ങനെ തന്നെയാണോ നോക്കാമല്ലോ. എക്സാം നമുക്ക് നോക്കാം. എക്സാമിൽ ആദ്യത്തെ ലെറ്റർ ഇ ആണല്ലേ.
എക്സാമിനകത്ത് ലെറ്റർ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇയുടെ പൊസിഷൻ 5 ആണ്. അപ്പം അതിൻ്റെ ഇരട്ടി എടുത്തു 10 പ്ലസ് അടുത്ത ആരാണ്, എക്സ്. ഈ എക്സ് ആണ്. എക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 24 ഇരട്ടി എന്ന് പറയുന്നത് 48 എടുത്ത് നോക്കാം നമുക്ക്. 48 പ്ലസ് അടുത്തത് എ ആണ്. എ എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ 2 എടുത്ത് നോക്കാം. ഇനി അടുത്തത് എം ആണ്. എമ്മിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, 13 ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കാം, എത്ര, 26. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും, 48, 50, 60, 86, 86 ആണല്ലോ. 86 ആണല്ലോ. അപ്പോൾ നമ്മളെ റിലേഷൻ സെറ്റായി. എന്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്, നമ്മുടെ പൊസിഷൻസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നമ്മൾ അത് മൊത്തത്തിൽ നമ്മൾ സം ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് മാർക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോവാം. മാർക്ക് MARK ആണല്ലേ, MARK. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എം എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര എടുക്കാം, 26 ആണ് നമ്മുടെ പൊസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. 26 എടുക്കും. അടുത്ത എക്ക് 2 അല്ലേ എടുക്കാൻ പറ്റൂ, 6. അടുത്ത 6 എന്ന് പറയുന്നത് 18 ആണ്. അതിൻ്റെ ഇരട്ടി 36. അടുത്തത് കെ ആണ്. കെ എന്ന് പറയുന്നത് 11 ആണ്. അതിൻ്റെ ഇരട്ടി 22. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിയാൽ പോരെ. എത്ര കിട്ടും, 26 2 28. 28ഉം 2ഉം എത്രയാണ്, 30. 30ഉം 20ഉം 50. 50ഉം 86. 86 എന്നാണ് ആൻസർ വരേണ്ടത്. ഉണ്ടല്ലോ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത്. 86 ഈസ് ദ റൈറ്റ് ആൻസർ. 86 ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ച് വളരെ വേഗത്തിൽ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. ക്ലാസ്സിൽ നമ്മൾ ഈ ടേബിൾ വെച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചെടുത്ത ഒരു ടോപ്പിക്കാണ് എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഈസ് വാക്കിംഗ് ഫേസിങ് വെസ്റ്റ്. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ തന്നെ നമുക്ക് ആദ്യം ആരെ വേണം, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതാം, NSV നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് അല്ലേ. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, NSV. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എ പേഴ്സൺ ഈസ് വാക്കിംഗ് എന്താണ്, ഫേസിങ് ഈസ്റ്റ്. എങ്ങോട്ട് നോക്കി, ഈസ്റ്റിലേക്ക് നോക്കി നടന്നുകൊണ്ടിരിക്കുന്നു. സോറി, എ പേഴ്സൺ വാക്കിംഗ് ഫേസിങ് വെസ്റ്റ്. സോറി, ഈസ്റ്റിലേക്കല്ല, വെസ്റ്റിലേക്ക് നോക്കി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെസ്റ്റിലേക്ക് നോക്കി, അപ്പോൾ ഇങ്ങോട്ട് നോക്കി നടന്നുകൊണ്ടിരിക്കുന്നു. ഹി ടേൺ 90 ഡിഗ്രി എന്നാണേ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞു. അതുപോലെ തന്നെ ഇത് 180 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ക്ലോക്ക് എങ്ങനെയാണ്, ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. 90 ഡിഗ്രി നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ തിരിയും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയും അല്ലേ. 90 ഡിഗ്രി തിരിയുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഞാൻ പറഞ്ഞു പൊസിഷൻ നമ്പർ ഇട്ട് തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യണം. ഇതിപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലേക്ക് നിൽക്കുന്നു. ഇനി എന്താണ്, ദെൻ 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ കാണുമ്പോൾ 90 ഡിഗ്രി നേരെ തിരിച്ചാണ് കറങ്ങേണ്ടത്. 90 ഡിഗ്രി ഒരു 90 ഡിഗ്രി എന്ന് വെച്ച് മൂന്നാമത്തെ പൊസിഷൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു, താഴോട്ട് നോക്കി നിൽക്കുന്നു എന്ന് മനസ്സിലായി. വാട്ട് ഡയറക്ഷൻ ഈസ് ഫേസിങ്, അദ്ദേഹം എങ്ങോട്ട് നോക്കി നിൽക്കുന്നു, മൂന്നാമത്തിൽ എവിടെയാണ്, സൗത്തിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. സൗത്ത് ആണ്. ഏതാണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ക്ലിയർ ആയില്ലേ. ഇനി നോക്കാം. അപ്പോൾ നമുക്ക് അത് എന്ത് തന്നെയാണ്, നമ്മൾ സൗത്ത് തന്നെയാണ്. ഇത് നമ്മൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്പർ ഇട്ട് തന്നെ ചെയ്യണം. ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവസാനം വയ്ക്കുന്ന ഓരോ പൊസിഷൻസ് വരുമ്പോൾ ഓരോ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുകയും, വാട്ട് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ വാലിഡ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ വാലിഡ് ആവാൻ നമുക്ക് ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ആൻസർ 0 ആണ് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഡിവിഷനാണ് നമ്മുടെ കീ ഫാക്ടർ. പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ ഉറപ്പായിട്ടും ഏതാണ്, ഡിവിഷനാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരില്ല. സാധാരണ നമ്മൾ ഇതെല്ലാം ചെയ്യാറാണ് പതിവ്, എല്ലാം ചെയ്യേണ്ട. ഒന്നാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് ആണ് ഡിവിഷൻ കിടക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ 36 / 6
നാച്ചുറൽ നമ്പർ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇത് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഡിവിഷൻ എന്താണ് നടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് 6/12 ആണ്. 6/12 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ വരും. അപ്പോൾ ഇവിടെ ആൻസർ ഫ്രാക്ഷൻ അല്ലല്ലോ, സോ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അടുത്ത സി, അവിടെ എന്തില്ല, ഇൻറ്റു ആണ് ഇട്ടിരിക്കുന്നത് 36. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, 0 വരാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നില്ല. 36 × 6 -12 പിന്നെ പ്ലസ് അതും എന്ത് ചെയ്യല്ല, വരാൻ സാധ്യത കുറവാണ്. സോ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു വലിയ നമ്പർ ആയിപ്പോകും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ഡി ഉണ്ട്. 2 സ്ഥലത്താണ് ഡിവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 2 സ്ഥലത്ത് ഡിവിഷൻ കൊടുത്തിരിക്കുന്നു, ഇവിടെ ഒരു ഡിവിഷൻ കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡിവിഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കുക 36 അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 12/18 നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവിടെ എന്തായാലും ഉറപ്പായിട്ട് എന്ത് വന്നു പോകും, അവിടെയും ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനേ വരുള്ളൂ. ഇനി ആൻസർ കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? 36 ഡിവിഷൻ 6, അടുത്തത് പ്ലസ് 12, അടുത്തെന്താണ് -18 അതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. -18 ഓക്കെ, -18 ഈക്വൽ ടു 0 ആണ്. നമുക്ക് നോക്കാം, ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. 36 അപ്പോൾ കിട്ടും 6 + 12 -18 എന്തായി പോവും? 0 തന്നെ ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിവിഷനാണ് നമ്മുടെ കീ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡിവിഷൻ ഉപയോഗിച്ച് നമ്മൾ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 3/4 ആൻഡ് ലെസ് ദാൻ 5/6 എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ തരുന്നത് ഇത് നമ്മുടെ ഫ്രാക്ഷൻ്റെ ക്ലാസ് കൃത്യമായി കണ്ടവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ വേണ്ടിയത് 3/4നും 5/6നും ഇടയിലുള്ള ഫ്രാക്ഷനെ വേണമെന്നാണ്. 5/6നും ഇടയിലുള്ള ഫ്രാക്ഷൻ വേണമെന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്കുള്ള എല്ലാ ഫ്രാക്ഷൻസും നോക്കാം. ഇത് 1/2, ഇത് 2/3, ഇത് 4/5, 9/10. ഈ ഫ്രാക്ഷൻ എല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഉൾപ്പെടെയുള്ള, ഇത് പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യാതെ കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭിന്നസംഖ്യകളുടെയും അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും വ്യത്യാസം, അല്ലെങ്കിൽ ഛേദത്തിൽ നിന്ന് അംശം കുറയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തും 1 ആണ് വരുന്നത്. ഇതൊരു പൊതു വ്യത്യാസമുള്ള ചോദ്യമാണ്. 1/2 നോക്കിക്കേ, അതുപോലെ 2/3 നോക്കിയേ, 4/5 നോക്കിക്കേ, 9/10 നോക്കിക്കേ, 3/4 നോക്കിക്കേ, 5/6 നോക്കിക്കേ. എല്ലാ ഭിന്നസംഖ്യകളും ഒരേ പാറ്റേണിലുള്ളതാണ്. അതായത് ഛേദത്തിൽ നിന്ന് അംശം മൈനസ് ചെയ്യുമ്പോൾ 1 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ ഛേദവും, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ ഏറ്റവും ചെറിയ ഛേദവുമാണ് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇത്രയും ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ആരായിരിക്കും? ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് ഏറ്റവും ചെറുത്. പക്ഷെ നമുക്ക് വേണ്ടിയത് എന്താണ്? 3/4നും 5/6നും ഇടയിലുള്ള ഒരു ഫ്രാക്ഷൻ ആണ് വേണ്ടത്. അത് ആരായിരിക്കും? 3/4നേക്കാട്ടി വലുതാണ് 4/5, എന്നാൽ 5/6നേക്കാട്ടി ചെറുതാണ്. ഇവിടെ ആരാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, പ്രോബ്ലം ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ അസെൻഡിങ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? 1/2 ആണ്. അതിൻ്റെ വലുത് ആരാണ്? 2/3. അതിൻ്റെ വലുത് ആരാണ്? 3/4. അതിൻ്റെ വലുത് ആരാണ്? 4/5. അതിൻ്റെ വലുത് ആരാണ്? 5/6. അതിൻ്റെ വലുത് ആരാണ്? 9/10. കണ്ടോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വെറുതെ നമ്മൾ ചോദ്യം നോക്കിയിട്ടാണ് ഇതിൻ്റെ ആൻസർ ചെയ്തത്. ഫ്രാക്ഷൻ്റെ ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 4/5 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷർട്ട് കോസ്റ്റിംഗ് ₹800 ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ₹560. ഇപ്പോൾ നോക്കിക്കേ, 800 രൂപ വിലയുള്ള ഒരു ഷർട്ട് എത്ര രൂപയ്ക്ക് കൊടുത്തു? 560 rupees, 560 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും?
800 റുപ്പീസിൻ്റെ സാധനം 560 തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അവിടെ 240 റുപ്പീസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. 240 റുപ്പീസ് എന്ന് പറയുന്നത് 240 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് ആണ് എന്ന് മനസ്സിലായി. ഇനി എന്താണ് വേണ്ടത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എടുക്കാൻ നമ്മൾ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടതെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി കോസ്റ്റ് പ്രൈസ് കേട്ടോ. എന്താണ്? കോസ്റ്റ് പ്രൈസ്, ചിലവായ പൈസ കേട്ടോ. കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇനി ലോസ് പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത് എങ്കിൽ ലോസ് ബൈ സി പി ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നമുക്കിവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ഇവിടെ എത്രയാണ്? 240 റുപ്പീസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും 800 രൂപ വിലയുള്ള സാധനമാണ്. ഇൻറ്റു നമ്മൾ 100 കൊടുക്കുന്നു. 20 ക്യാൻസൽ. ഇത് 8 3 24 30 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 30% ഡിസ്കൗണ്ട് ആണ് അവർ തന്നിരിക്കുന്നത്. 30 ഉണ്ടല്ലോ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 30% ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുക്കാൻ പറഞ്ഞു, അതുപോലെ ലോസ് പെർസെൻറ്റേജ് എടുക്കാൻ പറഞ്ഞു, ദെൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എടുക്കാൻ പറഞ്ഞു. ഡിസ്കൗണ്ടിന് മാത്രം ഡിനോമിനേറ്ററിൽ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കണം. ബാക്കി പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും കേസിൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം എന്ത് വരേണ്ടത്? ഡിനോമിനേറ്ററിൽ വരേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അജിത് ഡെപ്പോസിറ്റ് ₹50,000 ഇൻ എ ബാങ്ക് FD for 2 years 6% നോർമൽ ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താ ഈ നോർമൽ ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റിനെ തന്നെയാണ് നോർമൽ ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു അധികമായിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇഫ് TDS എന്താണ്? ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് TDS നമുക്ക് തന്നിട്ടുണ്ട് ഈസ് 10% ആണെന്ന് പറയുന്നു. ഹൗ മച്ച് വിൽ ഹി ആക്ച്വലി ഗെറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ടേം എന്നാണുള്ളതാണ് ചോദ്യം. ഇപ്പോൾ TDS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ അടയ്ക്കുന്ന ടാക്സ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10% നമ്മൾ എന്ത് ചെയ്തു? മുന്നേ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് വർഷം തോറുമാണ് നമ്മൾ കറക്റ്റ് TDS ഫയൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. എന്താണ്? റിട്ടേൺ ചെയ്യാൻ പറ്റുന്നവർക്ക് റിട്ടേൺ ചെയ്യും, അല്ലാത്തവരും എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? ടാക്സ് ഒക്കെ ആയിട്ട് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് വർഷം തോറും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് TDS എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു TDS ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്താണ്? നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്നാണ്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? TDS കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പം നോക്കൂ, അജിത് ഡെപ്പോസിറ്റ് 50,000 റുപ്പീസ് ഇൻ എ ബാങ്ക് FD ഫോർ 2 years അറ്റ് 6% നോർമൽ ഇൻട്രസ്റ്റ്. അപ്പോൾ 50,000 രൂപയ്ക്ക് 50,000 രൂപ കേട്ടോ, 50,000 റുപ്പീസ് ആണ്. 50,000 റുപ്പീസ് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. 6 5 30 300 50,000 ആണേ. ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ, ഒരു 0 വിട്ടു പോയതാണേ. അപ്പോൾ 500 × 6 എപ്പോൾ തരും? നമുക്ക് 3000 × 2 6 5 30 6000 രൂപ എനിക്ക് 2 വർഷം കൊണ്ട് എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. എടാ, എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ 10%, എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ 10% എനിക്ക് എന്തായിട്ട് കൊടുക്കണം? TDS ആയിട്ട് ഞാൻ അടയ്ക്കേണ്ടി വരും. എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ 10% ഞാൻ TDS ആയി അടയ്ക്കേണ്ടി വരും. അപ്പോൾ നോക്കൂ, 6000 രൂപയുടെ 10% ഞാൻ എന്ത് കൊടുക്കുന്നു? TDS കൊടുക്കുന്നു. 6000 രൂപയുടെ 10% എന്ന് പറയുന്നത് 600 രൂപ ഞാൻ TDS കൊടുത്തു. ബാക്കി എനിക്ക് എത്രയേ ഉള്ളൂ? 5400 ഉള്ളൂ. 5400 അല്ലേ, 5400. അപ്പോൾ നമ്മൾ 5400 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബാക്കി നമുക്കുള്ളൂ. കാര്യം 600 രൂപ TDS പോയി അല്ലേ. നമുക്ക് കിട്ടിയ 6000 രൂപ ഇൻട്രസ്റ്റിൽ നിന്ന് 600 രൂപ TDS പോയി. ഇനി 5400 മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എനിക്ക് വാങ്ങാൻ കിട്ടുന്ന കാശ് എത്രയാണ്? ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 50,000 രൂപയും 5400 കൂടി ചേർന്ന് എനിക്ക് 55,400 രൂപ മാത്രമേ എനിക്ക് വാങ്ങാനുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, 55,400. ഓപ്ഷൻ ഡി ഈസ് ദ
റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും അത് നമ്മളവിടെ സീരീസ് നമ്മൾ ചെയ്തു, ഓഡ് വൺ ഔട്ട് നമ്മൾ ചെയ്തു, അതുപോലെ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, അതുപോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നമ്മൾ 1072/2025 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു, നല്ല ഒരുവിധം കൊള്ളാവുന്ന ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷേ അത്ര എന്നാൽ ഒരുവിധം പഠിച്ചവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഇച്ചിരിയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജിൻ്റെ കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്ത ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ TDSൻ്റെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ പറഞ്ഞ TDSൻ്റെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെയും കാണാം. ഗുഡ് ബൈ, ബൈ.